ഒരു ക്ഷേത്രവളപ്പിനുള്ളിൽ 3 ശ്രീകോവിലുകളിലായി ഒരു ദേവി തന്നെ 3 ഭാവത്തിൽ. പാർവതി പുത്തനാരന് തിലകക്കുറിയായി കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. യുക്തിക്കപ്പുറമുജ്വലിക്കുമുദയജ്വാലാലസൻ മണ്ഡലം. അലങ്കാര മണ്ഡപത്തിൻ്റെ സൗമ്യ ഗാംഭീര്യം, ക്ഷേത്ര പൊലിമ വിളിച്ചറിയിക്കുന്ന മുത്തശ്ശിനാവ്. അങ്ങനെ സത്യത്തിന് സാക്ഷിയായി കരിക്കകത്ത് ചാമുണ്ടേശ്വരി വാഴും ദിവ്യനട. ഭക്തശ്രേണിയെ നെഞ്ചിലേറ്റി ഭാവമേകീടും ത്രിപൂർണാലയം. ഷാഠാധാര പ്രതിഷ്ഠയുള്ള പഞ്ചലോക വിഗ്രഹം അമൃതവർഷിണിയായി ഭക്തരുടെ ദുരിതങ്ങൾ നീക്കി അഷ്ടൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചിങ്ങനെ നിലകൊള്ളുന്ന അമ്മയെ എത്ര കണ്ടാലും തൊഴുതാലും മതിയാവില്ല. അക്ഷന്തവ്യദുരന്ത പാപനിര നീക്കും തൃക്കരം മായേ. എന്നെ കേൾക്കുന്നവർ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം ചേർന്നാൽ മുന്നോട്ടുള്ള യാത്ര നമുക്ക് ഒരുമിച്ചാകാം. തിരുവനന്തപുരം നഗരത്തിൽ ചാക്കയ്ക്കും കഴക്കൂട്ടത്തിനുമിടയിൽ NH-66 നിന്നും കേവലം 200 മീറ്റർ മാത്രമകലെ കരിക്കകത്ത് കുടികൊള്ളും ചാമുണ്ടേശ്വരി ആദിപരാശക്തിയുടെ കാളീഭാവമായ ചാമുണ്ടിയമ്മ. നടതുറപ്പ് വഴിപാടായി ഭക്തർക്ക് നട തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. കേരളത്തിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ആദിപരാശക്തിയുടെ 7 ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് കാളി അവതാരമായ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ഡദേവി. തലമുറക്കാരും ജ്യോതിഷ പണ്ഡിതരും 600 വർഷത്തിലേറെ പഴക്കം നിർണ്ണയിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ പലതാണ്. ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാ പരമേശ്വരിക്ക് തുണയേകുവാനാണ് പരാശക്തി ഇപ്രകാരം അവതരിച്ചതെന്ന് പറയുന്നു. ചണ്ഡികയെ പിടിച്ചുകൊണ്ടുവരുവാൻ ശുംഭനിശുംഭന്മാർ ചുണ്ടമുണ്ടന്മാരെ അയക്കുന്നു. അപ്പോൾ കോപിഷ്ഠയായ ചണ്ഡികയുടെ വില്ലുപോലെ വളഞ്ഞുയർന്ന പുരിക്കൊടിയിൽ നിന്നും രൗദ്രരൂപത്തിൽ ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നു. ആ കാളി ചുണ്ടമുണ്ടന്മാരെ നിലംപരിശാക്കിയതിനാൽ ചാമുണ്ടേശ്വരി എന്നറിയപ്പെടുന്നു. എന്നാൽ വനശൈലാദ്രി സ്ഥാന നിവാസിയായ ദേവിയുടെ ആഗമനം ദക്ഷിണപൂർവ്വ ഭാഗത്തു നിന്നാണെന്നും വേദശാസ്ത്ര വിജ്ഞാനിയായ ഒരു ബ്രാഹ്മണ ആചാര്യൻ്റെ ഉപാസനാമൂർത്തിയായിരുന്ന ദേവിയെ തന്ത്രിവര്യൻ്റെ സന്തത സഹചര്യത്വം സിദ്ധിച്ച മടത്തുവീട് തറവാടിലെ കുടുംബകാരണവരായ യോഗിവര്യന് ഉപവസിച്ചു കൊള്ളുവാൻ തന്ത്രി ഉപദേശിച്ചുവെന്നും അപ്രകാരം ദേവി ഒരു ബാലികാരൂപത്തിൽ ഗുരുവിൻ്റെയും യോഗീശ്വരൻ്റെയും കൂടെ പുറപ്പെട്ട് തറവാട്ടിൽ കരിക്കകം ക്ഷേത്രസ്ഥാനത്ത് വച്ച് പച്ചപ്പന്തൽ കെട്ടി കുടിയിരുത്തിയെന്നും ശേഷം ക്ഷേത്രം പണി കഴിപ്പിച്ച് ഗുരുവിനെ കൊണ്ട് തന്നെ വിധിപ്രകാരം ദേവിയെ പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിയെന്നും മറ്റൊരൈതിഹ്യം നിലവിലുണ്ട്. രാജഭരണകാലത്ത് നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി പ്രജകളെക്കൊണ്ട് ഈ ദേവീനടയിൽ വന്ന് സത്യം ചെയ്യിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. കോടതിയിലും പോലീസിലും മറ്റും തെളിയാത്ത കേസുകൾ പോലും ഈ നടയിൽ വന്ന് സത്യം ചെയ്ത് തെളിയിക്കപ്പെട്ടിരുന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കാളീരൂപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടി സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ ക്ഷേത്ര നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. പുഞ്ചിരി തോവുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. മാറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. രണ്ടാമത്തെ ശ്രീകോവിലിൽ രക്തചാമുണ്ടി, ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി. ഭദ്രകാളിയുടെ വലിയ ചുവർചിത്രമാണ് ഈ നടയിലുള്ളത്. രക്തചാമുണ്ടിയുടെ ചുവർചിത്രത്തിലെ ഭദ്രകാളി ഭാവത്തിലുള്ള രൗദ്രമുഖം ആരിലും വശ്യതയും ഭയഭക്തിയും ഉണ്ടാക്കുന്നതാണ്. തിളങ്ങുന്ന നേത്രങ്ങളും ഘോരദ്രംഷ്ടങ്ങളും കയ്യിൽ വാളുമുള്ള ഭദ്രകാളിക്ക് രക്തവർണ്ണത്തിലുള്ള പുഷ്പങ്ങളോടാണിഷ്ടം. അതീവ രൗദ്രവതിയെങ്കിലും തെറ്റു ചെയ്യാത്തവരെ കനിഞ്ഞനുഗ്രഹിക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ അമ്മയാണ് രക്തചാമുണ്ടി. ദേവി മഹാത്മ്യപ്രകാരം ചണ്ഡികദേവിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച് ചുണ്ടമുണ്ടന്മാരെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവം. പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല. എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന സമയത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമാണ് ദർശനം അനുവദനീയം. 101 രൂപ വഴിപാട് കൗണ്ടർ വഴി പണമടച്ച് ആ രസീത് കൈമാറി രക്തചാമുണ്ടിയുടെ നടയ്ക്ക് നേരെ നിന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. രസീത് എടുക്കുന്നവർക്ക് ദേവിയുടെ മുന്നിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കാൻ ക്ഷേത്രാധികൃതർ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്.
നട തുറപ്പ് എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 11 മണിവരെയും 4:45 മുതൽ 6 മണിവരെയും നടത്താവുന്നതാണ്. നട തുറക്കുന്ന സമയത്ത് മറ്റുള്ള ഭക്തർക്കും വശങ്ങളിൽ നിന്ന് ദേവിയെ ദർശനം നടത്തി സങ്കടങ്ങൾ പറയാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നടയാണ് രക്തചാമുണ്ടിയുടേത്. ചാമുണ്ടിക്ക് കടുംപായസം, ചുവന്ന പട്ട്, പാവാട, നെറ്റിഹാരം, കോഴി, സ്വർണം, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവ കഴിവിനനുസരിച്ച് നടക്കി വച്ചാണ് ഭക്തർ തങ്ങളുടെ ദുരിതം സമർപ്പിച്ച് അനുഗ്രഹ സായുജ്യമടയുന്നത്. രണ്ടാമത്തെ ശ്രീകോവിലിൽ ബാലചാമുണ്ഡി ദേവി. സൗമ്യസുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് ബാലചാമുണ്ഡി. സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർച്ചിത്രമാണ് ഇവിടെയുള്ളത്. ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാണ് വിശ്വാസം. കുട്ടികളില്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുമെല്ലാം ബാലചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിക്കാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ ദിനവും എത്തിച്ചേരുന്നു. രക്തചാമുണ്ഡി നട പോലെ തന്നെ എപ്പോഴും അടഞ്ഞു കിടക്കുന്ന നട തുറപ്പ് വേളയിൽ 1-2 മിനിറ്റ് മാത്രമേ ദർശനം സാധ്യമാവുകയുള്ളൂ. കടുംപായസം, പട്ട്, മുല്ല, പിച്ചിഹാരങ്ങൾ, ഉടയാടകൾ, സ്വർണം, വെള്ളി രൂപങ്ങൾ, തൊട്ടിലും കുഞ്ഞും, കളിപ്പാട്ടങ്ങൾ, തുലാഭാരം, ചോറൂണ് തുടങ്ങിയ നേർച്ചകളും ബാലചാമുണ്ഡി നടയിൽ സമർപ്പിക്കാം. തെക്കുവശത്ത് പ്രദക്ഷിണ വഴിയിലാണ് ഗണപതി പ്രതിഷ്ഠ. അതിനു പുറകിലായി ബാലഗണപതിയുടെ മറ്റൊരു പ്രതിഷ്ഠയുമുണ്ട്. 2 ഗണപതി പ്രതിഷ്ഠകളുള്ള അപൂർവ ക്ഷേത്രം എന്ന പ്രത്യേകതയുമുണ്ട് കരിക്കകം ക്ഷേത്രത്തിന്. 1008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമം വിനായക ചതുർത്ഥി സമയത്ത് നടത്തുന്നു. ഒപ്പം അപ്പം മൂടലുമുണ്ട്. മകരത്തിലെ രോഹിണി ശാസ്താ പ്രതിഷ്ഠയായി ആഘോഷിക്കുന്നു. ശാസ്താവിന് ദോഷപരിഹാരത്തിനായി ചിറപ്പ് പൂജയും നടത്തിവരുന്നു. മറ്റ് ഉപദേവതകളായ യക്ഷിയമ്മയും ഭുവനേശ്വരിയും കൂടാതെ ക്ഷേത്ര മതിൽ ചുറ്റിനു പുറത്തായി ആയിരവല്ലി പ്രതിഷ്ഠയുണ്ട്. ബാണലിംഗത്തോടുള്ള ആയിരവല്ലി മലദൈവമായതിനാലാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് തെക്ക് വടക്കായി നിരയും പുരയുമടങ്ങിയ പുരാതന വീടിൻ്റെ മാതൃകയിൽ കാണുന്ന ഗുരുമന്ദിരം. ഇവിടെ ഗുരുവും യോഗീശ്വര മന്ത്രമൂർത്തികളെയും കാണാം. കർക്കടകത്തിലെ കാർത്തികയ്ക്ക് മന്ത്രമൂർത്തിയുടെ ശ്രാദ്ധമൂട്ടും ബലിപൂജ, സായുജ്യപൂജ എന്നിവയും വിപുലമായി ആചരിക്കുന്നു. ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തായി വലിയ വൃക്ഷങ്ങളും കുളവും 27 നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും കൊണ്ട് നിറഞ്ഞ നാഗൊരു കാവുണ്ട്. മകരത്തിലെ ആയില്യം നാൾ വളരെ വിശേഷമാണ്. ആയില്യമൂട്ടിനൊപ്പം കളമെഴുത്തും പാട്ടും ആയില്യം പൊങ്കാലയും നിവേദ്യവും ഒക്കെയായി വലിയ ആയില്യം വിപുലമായി തന്നെ ആഘോഷിക്കപ്പെടുന്നു. അതിവിശിഷ്ടമായ പൂജകളിൽ ഒന്നാണ് തണ്ണീർക്കുട. മാസത്തിൽ 2 തവണ മകം നക്ഷത്രത്തിനും കാർത്തിക നക്ഷത്രത്തിനുമാണ് നടത്തിവരുന്നത്. പാരമ്പര്യ വിധിപ്രകാരമുള്ള കലശപൂജ, കലശാഭിഷേകം എന്നിവയുമുണ്ടാകും. തണ്ണീർക്കുട ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്തുന്നതിനും കഴിയും. ഭക്തർക്ക് വഴിപാടായി നടത്താൻ കഴിയുന്ന മറ്റൊരു പൂജയാണ് സർവാലങ്കാര പൂജ. ദേവിയെ ആടയാഭരണങ്ങൾ മുഴുവനും ചാർത്തി താന്ത്രിക വിധി പ്രകാരമാണ് പൂജയൊരുക്കുന്നത്. മേൽശാന്തി നേരിട്ട് ഉപദേവതമാർക്ക് പൂജകൾ നടത്തും. പ്രസന്ന പൂജയിൽ പാനക നിവേദ്യമുണ്ട്. ഔഷധശക്തിയുള്ള പാനകം തീർത്ഥമായി ഭക്തർക്ക് ലഭിക്കാവുന്നതാണ്. അതിവിശിഷ്ടവും സുപ്രധാനവുമായ പൊങ്കാല മഹോത്സവം ദേവിയുടെ പിറന്നാളായ മകത്തിലാണ് നടത്തിവരുന്നത്. മീനമാസത്തിലെ മകം നാളിൽ ക്ഷേത്രാങ്കണത്തെയും കരിക്കകത്തെയും മാത്രമല്ല അനന്തപുരിയെ ആകമാനം ഭക്തിയുടെ നിറവിൽ ആറാടിക്കും. 10,000-കണക്കിന് സ്ത്രീ ഭക്തർ ദുരിതമോചനത്തിനും മോക്ഷലബ്ധിക്കുമായി ദേവീനടയിൽ പൊങ്കാലയർപ്പിക്കും. പ്രസിദ്ധമായ ആറ്റുകാൽ ദേവി പൊങ്കാല പോലെ തന്നെ അനന്തപുരി നിവാസികൾ നെഞ്ചിലേറ്റുന്നതാണ് കരിക്കകം ദേവി പൊങ്കാലയും. 7 ദിവസമാണ് പൊങ്കാല മഹോത്സവം. 5, 6 ഉത്സവ ദിവസങ്ങളിൽ ദേവിയുടെ തങ്കരഥത്തിലുള്ള പുറത്തെഴുന്നള്ളത്ത് വിശിഷ്ടമാണ്. ദേവിയുടെ ഉടവാൾ ശ്രീകോവിലിൽ നിന്നും ഉച്ചയ്ക്ക് 2:30 എഴുന്നള്ളിച്ച് തർപ്പണം നടത്തുന്ന സമയം ആകാശത്തിൽ നിന്നും ഹെലികോപ്റ്റർ വഴി പുഷ്പവൃഷ്ടി നടത്തും. ഈ സമയം ദേവി തങ്കരഥത്തിൽ എഴുന്നള്ളുന്നത് കാണാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രനടയിലെത്തുന്നത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 2025 ഏപ്രിൽ 3 മുതൽ 9 വരെ ആഘോഷിക്കുന്നു. ഏപ്രിൽ 3 മുതൽ 7 വരെ അന്നദാന സദ്യ നടത്തപ്പെടും. ഏപ്രിൽ 7, 8 തീയതികളിൽ പുറത്തെഴുന്നള്ളത്തും. ഏപ്രിൽ 9 രാവിലെ 9:30 മുതൽ കരിക്കകത്തമ്മയുടെ നടയിൽ പൊങ്കാല മഹാമഹവും ആചരിക്കും. ഇത്തവണത്തെ പൊങ്കാല മഹോത്സവ വിശേഷങ്ങൾ ഈ പേജിലൂടെ ഭക്തരിലെത്തിക്കാൻ കഴിയുമാറാകട്ടെ. എല്ലാ കരിക്കകത്തമ്മ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹവും നന്മ നിറഞ്ഞതുമായ ജീവിതമുണ്ടാകട്ടെ. ഓം ചമുണ്ടേശ്വരി നമഃ.